ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു ദിവസത്തിൽ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ കടന്നു വരുവാൻ ദൈവം നല്ലൊരവസരം നമുക്ക് തന്നിരിക്കുകയാണ്. നമുക്ക് വളരെയേറെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ചേർന്നിരിക്കാം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 2 കൊരിന്ത്യ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ് വിശ്വാസത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ വിശ്വാസമാണ്. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധ്യമല്ല. രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് വിശ്വാസം ലഭിക്കുന്നു. അത് മുഖേന ആത്മീയ ജീവിതം നാം തുടങ്ങുന്നു. എന്നാൽ ആ വിശ്വാസ ജീവിതത്തിൽ നാം മുമ്പോട്ട് നീങ്ങണം. വിശ്വാസത്തിൽ നാം ക്ഷയിച്ചു പോകരുത്. വിശ്വാസത്തിൽ നാം പുറകോട്ട് പോകരുത്. നിലനിൽക്കുന്ന വിശ്വാസം, ഈ വാക്യത്തെ ആസ്പദമാക്കിയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. വിശ്വാസം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ. ഒന്നാമത്, വിശ്വാസത്താൽ നമുക്ക് നീതീകരണം ലഭിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ച് നമ്മളന്ന് ധ്യാനിച്ചതാണ്. രണ്ടാമത്തത്, വിശ്വാസത്താൽ നാം ദൈവമക്കളാകുന്നു. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം വായിച്ച് നാം അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ്. മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത്, വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നാം വായിച്ചു. വിശ്വാസത്താൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നു. അതിനോടുള്ള ബന്ധത്തിൽ തന്നെ അടുത്ത വാക്യമാണ് നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധേയമായ ഒരു വേദവാക്യമാണിത്. മാത്രമല്ല, ഈ വേദവാക്യം ബൈബിളിൻ്റെ താക്കോൽ വാക്യമാണ്. ഒരു ഭക്തനായ മനുഷ്യൻ ലൂതർ ഇതൊരു മിനി ബൈബിളാണ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഈ വാക്യം. എന്തുകൊണ്ടും വളരെയേറെ ശ്രദ്ധേയമായ വാക്യം. ഈ വാക്യം നാം ചിന്തിക്കുമ്പോൾ 2 കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഒന്നാമത്തത്, പിതാവായ ദൈവം ചെയ്ത 2 കാര്യങ്ങൾ. രണ്ടാമത്തത്, മനുഷ്യൻ ചെയ്യേണ്ടതായ ഒരു കാര്യം. ഇത് രണ്ടും കൂടി സമ്മേളിച്ചിരിക്കുന്ന ഒരു വേദവാക്യമാണിത്. പിതാവായ ദൈവം ചെയ്ത 2 കാര്യങ്ങൾ ഏതെല്ലാമാണ്? ആ വാക്യം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, നിത്യനായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. രണ്ടാമത്തെ കാര്യം, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളത്. നാം ചെയ്യേണ്ട കാര്യം, ഒറ്റ കാര്യം നാം ചെയ്താൽ മതി. നാം വിശ്വസിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പക്ഷത്തു നിന്ന് നാം ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല. നാം ആ വചനം വിശ്വസിക്കുക എന്നുള്ളതാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് അയച്ചു തന്നു. ആ വാക്യം തന്നെയാണ് 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം നമുക്ക് വായിക്കാം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. സാക്ഷാൽ സ്നേഹം വെളിപ്പെടുത്തിയത് നിത്യനായ ദൈവമാണ്.
തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു തന്നു, നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി. അതാണ് ഏറ്റവും സാക്ഷാൽ സ്നേഹമെന്ന് പറയുന്നത്. ഇവിടെ നാം അങ്ങനെയാണ് വായിക്കുന്നത്, ഈ ലോകത്തിലേക്ക്. അതുപോലെ തന്നെ 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം കൂടി എന്നോട് ചേർത്ത് ചിന്തിക്കാം. നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക്, ഈ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിലേക്ക് നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചു. ഈ പിശാചിൻ്റെ കയ്യിൽ അകപ്പെട്ടുപോയ മനുഷ്യജാതിയെ, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുന്നതിന് വേണ്ടി നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ സ്നേഹം. സാക്ഷാൽ സ്നേഹം നിത്യനായ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദൈവസ്നേഹത്തിന് മൂലഭാഷയായ ഗ്രീക്കിൽ അഗപ്പേ എന്നാണ് പറയുന്നത്, അഗപ്പേ എന്നാണ് വിളിക്കുന്നത് ആ സ്നേഹത്തിന്, ദൈവസ്നേഹത്തിന് അഗപ്പേ എന്ന്. ഈ അഗപ്പേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ത്യാഗപൂർണമായ സ്നേഹം, അല്ലെങ്കിൽ അഥവാ മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്ന സ്നേഹം. ഇതാണ് അഗപ്പേ എന്നുള്ള വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ആ സ്നേഹമാണ് നിത്യനായ ദൈവം നമ്മോട് കാണിച്ചത്. അതാണ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി തന്നതിലൂടെ നിത്യനായ ദൈവം ആ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇത് വിശകലനം ചെയ്യുമ്പോൾ, ഈ വാക്യം 3-ാം അധ്യായം 16-ാം വാക്യം വിശകലനം ചെയ്യുമ്പോൾ ഒരു 5 ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ആ വാക്യം എന്ന് പറയുന്നത്. 5 ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഒന്നാമത്തെ ചോദ്യം, ദൈവസ്നേഹം എന്തിനു വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു ആ ദൈവസ്നേഹം? ആ സ്നേഹമെന്ന് പറയുന്നത് മരണവിധിയിൽ നിന്ന്, അഥവാ നരകത്തീയിൽ നിന്ന് മനുഷ്യജാതിയെ, നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയായിരുന്നു ആ ദൈവസ്നേഹം. എന്തുകൊണ്ട്? മരണം ലോകത്തിലേക്ക് കടന്നു വന്നു. എങ്ങനെയാണ്? ആദ്യ മനുഷ്യൻ്റെ പാപം മൂലം ഈ ലോകത്തിലേക്ക് മരണം കടന്നു വന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ലോകത്തിലേക്ക് മരണം കടന്നു വന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. സകല മനുഷ്യരിലേക്കും മരണം പരന്നു വരുവാനുള്ള കാരണം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാപമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 20-ാം വാക്യത്തിൽ ആവർത്തിച്ച് പറയുന്ന വാക്യമാണ് പാപം ചെയ്യുന്ന ദേഹി മരിക്കുമെന്നുള്ളത്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് റോമാലേഖനത്തിൽ നാം വായിക്കുന്നു. ഇതാ മരണം, ലോകത്തിലേക്ക് മരണം കടന്നു വന്നു. ഇങ്ങനെ മരണവിധിയിൽ അകപ്പെട്ടിരിക്കുന്ന കൃത്യമായ മരണത്തിലേക്ക് അകപ്പെട്ടുപോയ മനുഷ്യജാതിയെ രക്ഷിക്കണമെന്നുള്ളതാണ് ആ ദൈവസ്നേഹത്തിൻ്റെ ഉദ്ദേശം അഥവാ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട്? ഈ ദൈവസ്നേഹത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ട്? അത് നിർണയിക്കാൻ പറ്റുമോ? ആ അളവ് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകി എന്നുള്ളതാണ്. ആ ഏകജാതനാണ് ആ അളവ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതാണ് ആ സ്നേഹത്തിൻ്റെ അളവ്. മൂന്നാമത്തെ ചോദ്യം, ആ ദൈവസ്നേഹം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുവാനുള്ള കാരണം എന്താണ്? ഈ പാപം നിറഞ്ഞ ലോകത്തെ രക്ഷിക്കുവാൻ നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിൽ വേറൊരു മാർഗവുമില്ലാതെയായിപ്പോയി. എന്താ? പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. എല്ലാവരും മരിച്ചു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി എന്ന് നാം വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. പാപം ചെയ്തു മനുഷ്യജാതി മുഴുവൻ പാപത്തിൻ്റെ അടിമയായി, മരണത്തിൻ്റെ അടിമയായി. ഇങ്ങനെ മരിച്ചുപോയ, ആത്മാവിൽ മരിച്ചുപോയ മനുഷ്യനെ രക്ഷിക്കണമെങ്കിൽ വേറൊരു മനുഷ്യനെയും കൊണ്ട് സാധിക്കില്ല.
എല്ലാവരും പാപം ചെയ്തു പോയി, എല്ലാവരും പാപികളായിപ്പോയി. ഒരു പാപിക്ക് വേറൊരു പാപിയെ രക്ഷിക്കാൻ സാധ്യമല്ല. പാപം ചെയ്യാത്ത ഒരു വ്യക്തിക്ക് മാത്രമേ പാപിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്, യേശുക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാണെന്ന്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിപ്പാനാണെന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ദൈവമക്കളെ, പാപികളെ രക്ഷിക്കുവാൻ പാപമില്ലാത്തവനായ യേശുക്രിസ്തു ഇതാ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. എന്തിനു വേണ്ടി? നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി. നാലാമത്തെ ചോദ്യം എന്താണ്? ഈ സ്നേഹത്തിൻ്റെ വ്യാപ്തി എന്തോരമുണ്ട്? ഈ സ്നേഹം എത്രമാത്രം പരന്നിട്ടുണ്ട്? എത്രമാത്രം ആ സ്നേഹത്തിൻ്റേതായ പരിധി എത്രമാത്രമുണ്ട്? ആ സ്നേഹത്തിൻ്റെ പരിധി സകല മനുഷ്യരിലേക്കും ആ സ്നേഹം കടന്നു വന്നു. ഈ ലോകത്തിൽ ഇതുവരെയും ജനിച്ചവരും ഇനി ജനിക്കാനുള്ളവരും എല്ലാ മനുഷ്യർക്കും ഈ സ്നേഹത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. നാം എല്ലാവരും ദൈവസ്നേഹത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. എന്നാൽ ഏറ്റവും അഞ്ചാമത്തെ ചോദ്യം എന്താണ്? ഈ യഥാർത്ഥത്തിൽ ഈ സ്നേഹത്തിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? എല്ലാവരുമല്ല. ഈ സ്നേഹം സകല മനുഷ്യർക്കും ലഭിക്കും. എന്നാൽ ഒരേ ഒരു വ്യവസ്ഥ മാത്രം, വിശ്വസിക്കുക എന്നുള്ളത്. വിശ്വസിക്കുന്നവരാണ് ഈ സ്നേഹത്തിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ. ദൈവമക്കളെ, ഈ വചനം നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് നോക്കും. കർത്താവേ, നീ എന്നെ സ്നേഹിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചല്ലോ, നീ എന്നെ രക്ഷിക്കാനാണല്ലോ തൻ്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു തന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് കൊരിന്ത്യ ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവമക്കളെ, ഇതാ പാപമാക്കപ്പെട്ടു. അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. അവൻ്റെ നാവിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ അകൃത്യമൊന്നും ചെയ്തിട്ടില്ല. എങ്കിലും ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിന് പരിഹാരമായിട്ട് അവൻ നമ്മുടെ പാപം അവൻ്റെ ശരീരത്തിൽ വഹിച്ചു. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ദൈവമക്കളെ, ക്രിസ്തുവിലേക്ക് നോക്കുക, ആ ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുക. എൻ്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി മരിച്ചല്ലോ, നീ എനിക്ക് വേണ്ടി എൻ്റെ പാപത്തെ മുഴുവനായിട്ട് നീ എനിക്ക് വേണ്ടി വഹിച്ചല്ലോ. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ നിത്യമായി മരണം അനുഭവിച്ച് നരകത്തിലേക്ക് പോകേണ്ട സ്ഥാനത്ത് നീ എനിക്ക് വേണ്ടി മരണം ആസ്വദിച്ചല്ലോ. നീ മരണം ആസ്വദിച്ചു. 3-ാം ദിവസം എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റല്ലോ. നീ എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നല്ലോ. ഇന്നും നീ എന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് അത്യധ്വാനം ചെയ്യുന്നല്ലോ കർത്താവേ. എന്നെ നിത്യതയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി, ആ നിത്യജീവൻ എനിക്ക് തരുന്നതിന് വേണ്ടി, ആ നിത്യജീവൻ എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നീ എനിക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഇതാ മധ്യസ്ഥത യാചിച്ചു കൊണ്ട് നിൽക്കുന്നല്ലോ. ദൈവമക്കളെ, ആ നന്ദി നമുക്ക് വരും. ആ സ്നേഹം എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി സ്നേഹിച്ചിരിക്കുന്നു. ദൈവമക്കളെ, എനിക്ക് മാന്യത തരുവാൻ, എന്നെ വിലയേറിയവനാക്കുവാൻ, എനിക്ക് വില തരുവാൻ, വിലയുള്ളതാക്കി തീർക്കുവാൻ നീ എന്നെ സ്നേഹിച്ചു. മാന്യനും വിലയേറിയവനുമായി എന്നെ സ്നേഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിച്ചത് ദൈവമക്കളെ എന്നെ മാന്യനാക്കാനാണ്, എന്നെ വിലയേറിയവനാക്കാനാണ്. ഈ ലോകപ്രകാരം നമുക്ക് വിലയില്ല, ഈ ലോകപ്രകാരം നമുക്ക് മാന്യതയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചു. നമുക്ക് മാന്യത നൽകുന്നതിന് വേണ്ടി, നമ്മെ വിലയേറിയവനായിട്ട് സ്വർഗത്തിലെ ദൈവം നമ്മെ കാണുന്നു. വീണ്ടും നമുക്ക് വായിക്കാം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം: യഹോവ എനിക്ക് പ്രത്യക്ഷനായി അരുളി ചെയ്തത്, നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദയ ദീർഘമാക്കിയിരിക്കുന്നു. എങ്ങനെ? നിത്യസ്നേഹം കൊണ്ട് അവൻ നമ്മെ സ്നേഹിച്ചിരിക്കുന്നു.
ദൈവമക്കളെ, താൽക്കാലികമായ ഒരു സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. അത് എവർലാസ്റ്റിംഗ് ആണ്, അത് നിലനിൽക്കുന്നതാണ്, നിത്യസ്നേഹമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി പകർന്നു തന്നത്. അതെങ്ങനെയാണ്? തൻ്റെ പുത്രനിലൂടെയാണ് ആ നിത്യസ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന്. ദൈവമക്കളെ, വീണ്ടും വായിക്കുമ്പോൾ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹമാണ്. ആ സ്നേഹം മഹാസ്നേഹമാണ്. കരുണാസമ്പന്നനായ ദൈവമെന്നാണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നിത്യനായ ദൈവത്തെ കരുണാസമ്പന്നനായ ദൈവമെന്നാണ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ സ്നേഹത്തെ നാം തിരിച്ചറിയുന്നു. ആ ദൈവമാണ് എന്നെ സ്നേഹിച്ചത്. ആ മഹാസ്നേഹമാണ് എന്നിലേക്ക് പകർന്നിരിക്കുന്നത്. വീണ്ടും നമുക്ക് വായിക്കാം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. എത്ര വലിയ സ്നേഹം! ദൈവമക്കളെ, ആ വിശേഷിപ്പിച്ചാലും മതിയാവത്തില്ല. എത്ര വലിയ സ്നേഹമെന്നാണ് അപ്പോസ്തലനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹമാണ്. ആ സ്നേഹം നമ്മിലേക്ക് ചൊരിയുമ്പോൾ സ്നേഹത്താലാണ് നാം ഓരോരുത്തരും ദൈവമക്കളായിത്തീരുന്നത്. നാം സ്വതവേ ദൈവമക്കളാകുവാൻ നമുക്ക് ഒരു സാധ്യതയുമില്ല. നാം എല്ലാവരും പിശാചിൻ്റെ മക്കളായി തീർന്നു. ഇതാ, ആദ്യ പിതാക്കന്മാരുടെ പാപം മൂലം നാം മുൻപ് ചിന്തിച്ചതുപോലെ ഏക മനുഷ്യൻ്റെ പാപം നിമിത്തം ഇതാ നമ്മളിലേക്കും ആ പാപം സംക്രമിച്ചിരിക്കുന്നു. ആ പാപം മൂലം നാം എല്ലാവരും നിത്യമായ മരണത്തിന് അവകാശികളായി തീർന്നു. നിത്യമായ മരണം നമ്മിലേക്ക് കടന്നു വന്നു. എന്നാൽ നിത്യനായ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഇതാ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മെ ഇതാ ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. ആ വലിയ സ്നേഹം, ആ നിത്യസ്നേഹം ദൈവമക്കളെ, ഇത് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ക്രിസ്തുവിനോട് നന്ദി വരുന്നത്, ക്രിസ്തുവിനോട് സ്നേഹം വരുന്നത്. കാൺമീൻ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ മഹാസ്നേഹത്തെ നാം ഓർക്കും തോറും നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറഞ്ഞു വരും. ദൈവമക്കളെ, ആ നന്ദി വരുമ്പോഴാണ് വിശ്വാസം ലഭിക്കുന്നത്. ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസം ലഭിക്കണമെങ്കിൽ, വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരണമെങ്കിൽ അത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്താൽ മാത്രമാണ് ആ വിശ്വാസം നമുക്ക് ലഭിക്കുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ക്രിസ്തു യേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം എന്ന് അവിടെ വായിക്കുന്നു. ഒരു കർമ്മമാർഗങ്ങളുമല്ല, പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, ന്യായപ്രമാണത്തിലെ ഒരു പ്രവൃത്തിയും മൂലം ഈ വിശ്വാസം കിട്ടുകയില്ല. വിശ്വാസമാർഗമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, ക്രിസ്തുവിനോടുള്ള സ്നേഹം. കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രനിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആ പുത്രനിലേക്ക് നോക്കുന്നു. എൻ്റെ കർത്താവേ, ഞാൻ ആ സ്നേഹം കാണുമ്പോൾ ഞാൻ സകലതും വെറുക്കുന്നു. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാം ഉപേക്ഷിക്കുന്നു. എൻ്റെ പാപത്തെ ഉപേക്ഷിക്കുന്നു, എൻ്റെ ലോകത്തെ ഉപേക്ഷിക്കുന്നു, എൻ്റെ ജഡത്തെ ഉപേക്ഷിക്കുന്നു. എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ യേശുവേ, എനിക്ക് നീ മാത്രം മതി. എനിക്ക് നിൻ്റെ സ്നേഹം മതി. ആ സ്നേഹം കാണുമ്പോൾ കർത്താവേ, ആ ക്രൂശിലേക്ക് ഞാൻ നോക്കുന്നു. കർത്താവേ, ആ കുരിശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ കടന്നു വരുന്നു. കർത്താവേ, എൻ്റെ കർത്താവേ, നിൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ
നോക്കുമ്പോൾ ആ മുഖം മുഴുവൻ തുപ്പല നിറഞ്ഞിരിക്കുന്നു. എന്തിനു വേണ്ടി കർത്താവേ? എൻ്റെ പാപത്തിന് പരിഹാരമായി ആ തുപ്പൽ നീ ഏറ്റല്ല കർത്താവേ. നിൻ്റെ കൈകാലുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആ കൈകാലുകളെല്ലാം ആണിപ്പഴുതുകൾ ഞാൻ കാണുന്നു കർത്താവേ. രക്തം ധാരധാരയായി ഒഴുകുന്നത് ഞാൻ കാണുന്നു കർത്താവേ. നീ എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ, എൻ്റെ കൈ കൊണ്ട് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ, എൻ്റെ കാലുകൊണ്ട് ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായിട്ടാണല്ലോ നീ ഇതെല്ലാം സഹിച്ചത് കർത്താവേ. നിൻ്റെ വിലാപ്പുറത്തേക്ക് ഞാൻ നോക്കുമ്പോൾ ആ രക്തം ധാരധാരയായ ആ വിലാപ്പുറത്തുനിന്ന് ഒഴുകുന്നത് ഞാൻ കാണുന്നു കർത്താവേ. എൻ്റെ യേശുവേ, ഞാൻ ചിന്തിച്ച പാപങ്ങൾ ആരും അറിയാതെ ഞാൻ ചെയ്തു പോയ, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ ചെയ്തു പോയ സകല പാപത്തിനും പരിഹാരമായിട്ടാണല്ലോ നിന്റെ വിലാപ്പുറം തുറന്നത് കർത്താവേ. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവേ, നിന്റെ ശിരസിലേക്ക് ഞാൻ നോക്കുമ്പോൾ ആ മുൾമുടി ഞാൻ കാണുന്നു കർത്താവേ. മുൾമുടി അടിച്ചു കയറ്റിയത് ഞാൻ കാണുന്നു കർത്താവേ. ഇത് ഞാൻ വിശ്വാസ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഈ സമയം കർത്താവേ ഞാൻ കാണുന്നു. എൻ്റെ ഹൃദയ കണ്ണുകൾ തുറന്ന് ഞാൻ കാണുന്നു കർത്താവേ. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ. ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു. എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി എനിക്ക് നിത്യജീവൻ തന്ന എൻ്റെ യേശുവിനെ ഞാൻ സ്നേഹിക്കുന്നു കർത്താവേ. ആ സ്നേഹത്തിൽ നിന്ന് ഇനി ഒരു വ്യക്തിക്കും എന്നെ മാറ്റുവാൻ സാധ്യമല്ല കർത്താവേ. ഈ ലോകപ്രകാരമുള്ള എന്തെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാൽ, കഷ്ടതയോ നഗ്നതയോ പട്ടിണിയോ ആപത്തോ വാളോ എന്തു വന്നാലും കർത്താവേ, ഏതെല്ലാം പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും, ആരെല്ലാം ഒറ്റപ്പെടുത്തിയാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും കർത്താവേ, എൻ്റെ കർത്താവേ, എന്നെ ഈ ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ മാറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു. ദൈവമക്കളെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ നിസ്സംഗത കൈവടിയുക, അലംഭാവം കൈവടിയുക. നിങ്ങൾ ഏകാഗ്രതയോടെ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആ ക്രിസ്തുവിലേക്ക് നോക്കി ആ ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കുക. യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചതിനാ ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്നു മുതൽ നിന്നെ അനുഗമിക്കും. ഞാൻ നിന്നിലേക്ക് നോക്കും കർത്താവേ. ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കുന്നില്ല, സാഹചര്യങ്ങളിലേക്ക് നോക്കുന്നില്ല. ദൈവമക്കളെ, ക്രിസ്തു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ സ്നേഹമാണ്. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ വേരൂന്നിക്കഴിഞ്ഞാൽ, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ വേരൂന്നിക്കഴിഞ്ഞാൽ, ആ സ്നേഹത്തിൻ്റെ വേരുകൾ ഹല്ലേലൂയ ആഴത്തിലേക്ക് ആഴത്തിലേക്ക് നീങ്ങും തോറും നാം വിശ്വാസത്തിൽ നിറയാൻ തുടങ്ങും. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വളരാൻ തുടങ്ങും. ദൈവമക്കളെ, ആ വിശ്വാസത്തിൽ നാം നിലനിൽക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അങ്ങനെയാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ്ലീഹായോട് യേശു ചോദിച്ചത്, അവസാനമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കടന്നു വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നുവോ? യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ രണ്ടാമത് യേശു ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? മൂന്നാമത് യേശു ചോദിച്ചു, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന്. ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇതാ കേണപേക്ഷിക്കുന്ന യേശു അവനോട് യാചിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് സ്നേഹം തോന്നുന്നുവോ? നിനക്കെന്നോട് പ്രിയം തോന്നുന്നുണ്ടോ? എൻ്റെ മോനെ, എൻ്റെ മകനെ, നിനക്കെന്നെ സ്നേഹിക്കാൻ തോന്നുന്നുവോ? നിനക്ക് വേണ്ടി ഞാൻ ഇതെല്ലാം സഹിച്ചില്ലേ? കുരിശിൽ ഈ പാടുകളെല്ലാം സഹിച്ചില്ലേ? എല്ലാം സഹിച്ചു. നിനക്ക് വേണ്ടി ഈ കഷ്ടപ്പാടുകളെല്ലാം ഞാൻ നിനക്ക് വേണ്ടി സഹിച്ചില്ലേ? മകനെ, ഈ നിമിഷം ദൈവ പൈതലേ, ക്രിസ്തു നിന്നോട് ചോദിക്കുന്നു. ഈ ചോദ്യം നിന്നോട് വ്യക്തിപരമായി ചോദിക്കുന്നുണ്ട്. നീ അത് വിശ്വസിക്കുന്നുണ്ടോ? നിന്റെ അടുക്കൽ യേശു കടന്നു വന്ന്, മകനെ, മകളെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്കെന്നോട് സ്നേഹം തോന്നുന്നുണ്ടോ? നിനക്കെന്നോട് പ്രിയം തോന്നുന്നുണ്ടോ? സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നാം അവൻ മുഖാന്തരം
പകരം രക്ഷപ്പെടുവാനാണ്. നിത്യമരണം ഒഴിവായി നിത്യരക്ഷ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എൻ്റെ ജീവിതം ഇനിയുള്ള കാലം എത്രയുണ്ട് എന്ന് ഞാൻ അറിയുന്നില്ല. ഇനി ലഭിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ യേശുവിനെ സ്നേഹിക്കും, എൻ്റെ യേശുവിനെ ഞാൻ പ്രസാദിപ്പിക്കും. എൻ്റെ യേശുവിൻ്റെ വേല എനിക്ക് തികയ്ക്കണം, എനിക്ക് വേല തികയ്ക്കണം. എനിക്ക് കർത്താവേ നിൻ്റെ വിശുദ്ധിയെ തികയ്ക്കണം, നിൻ്റെ സ്തുതിയെ തികയ്ക്കണം. എന്തിനു വേണ്ടി? നീ ഒരു നാൾ മടങ്ങി വരും. നിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. എൻ്റെ യേശുവിനെ എനിക്ക് വേണ്ടി മരിച്ചു കടന്നുപോയി ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവിനെ എനിക്ക് മുഖാമുഖമായി കാണണം. അവൻ്റെ പൊന്നുപാദത്തിൽ എനിക്ക് മുത്തം വയ്ക്കണം. അവനെ വിശുദ്ധിയിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ വിശുദ്ധന്മാർ ആ മധ്യാകാശത്തിൽ എൻ്റെ യേശുവിനെ ഹല്ലേലൂയ ആ വിശുദ്ധിയോടെ ആരാധിക്കുന്ന ആ വിശുദ്ധന്മാരുടെ മധ്യത്തിൽ എൻ്റെ കർത്താവേ എനിക്കും കടന്നു വരണം. എനിക്കതേ ഒരു ലക്ഷ്യമുള്ളൂ കർത്താവേ. അതിനുവേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, മഹത്വകരമായ സന്ദേശത്തിനായിട്ട് വചനത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എൻ്റെ കർത്താവേ, നിന്റെ സ്നേഹം തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തന്നല്ലോ കർത്താവേ. ആ യാഗത്തിലൂടെ ഞങ്ങളെ രക്ഷിച്ചല്ലോ, ഞങ്ങളെ വിടുവിച്ചല്ലോ, നിത്യമരണം ഒഴിവാക്കിയല്ലോ, നിത്യരക്ഷ നിത്യജീവൻ്റെ ആ അവകാശം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. എന്നാൽ അത് നഷ്ടപ്പെട്ടു പോകാതെ ആ സ്നേഹം, ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി അപ്പാ ഒരേ ഒരു ലക്ഷ്യം, എൻ്റെ യേശുവിനെ പ്രസാദിപ്പിക്കണം. ആ എൻ്റെ യേശുവിനെ വിശ്വസിക്കണം. അന്ത്യത്തോളം ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേല ചെയ്തുകൊണ്ട് വിശുദ്ധനായി നിന്നുകൊണ്ട് കർത്താവേ എൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കണം. അതിനു വേണ്ടി ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.